ഹായ്, ദിസ് ഷഫ്നാജ്. ഇന്നൊരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ദൃശ്യം 3 സിനിമയുടെ റിവ്യൂ ഇടുകയുണ്ടായി. അതിന് നല്ല കമൻസും ചീത്ത കമൻസും കുറച്ചാണെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയല്ല, അതിനോടനുബന്ധിച്ച് ഈയിടെയായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ദൃശ്യം 3 ഒരു മോശം സിനിമയാണ് എന്നുള്ള രൂപത്തിലല്ല ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദൃശ്യം 3, ദൃശ്യം 2, ദൃശ്യം 1 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ മോശമാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴത്തെയും നിലപാട് എന്ന് പറയുന്നത്. ദൃശ്യം 3 ഈസ് എ ഗുഡ് മൂവി, ബട്ട് കമ്പാരിറ്റീവ്ലി 1നെയും 2 എടുത്ത് നോക്കുകയാണെങ്കിൽ ജിത്തു ജോസഫിൻ്റെ റൈറ്റിംഗ് അതേപോലെ എല്ലാ കാര്യങ്ങളും വളരെയധികം ദൃശ്യം 3 എന്ന് പറയുന്ന പടം എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാന്നുള്ളൊരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ഇത്ര ഏറെ ഹൈപ്പും ഒരു ദിവസം കൊണ്ട് 50 കോടി, 3 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലൊക്കെ ഈ ഒരു പടം കയറി എന്നുള്ളത് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ക്വാളിറ്റി എന്നുള്ളതിന് ഉപരി മറ്റൊന്നും അതിനെ പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് വട്ടായതാണോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല പടങ്ങൾക്കും കിട്ടേണ്ട അംഗീകാരം കിട്ടേണ്ട പടങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നില്ല. അതേപോലെ കിട്ടണ്ടാത്ത പടങ്ങൾക്ക് അതും കിട്ടുന്നില്ല. എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടത്തെ അതിൻ്റെ ശേഷം പാട്രിയറ്റ് എന്ന് പറയുന്നൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പാട്രിയറ്റ്, ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ ഞാൻ അന്ന് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്രിയറ്റിന് റിവ്യൂ ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൽ പറയാമെന്ന് വിചാരിച്ചു. സച്ച് എ വണ്ടർഫുൾ മൂവി പാട്രിയറ്റ്. എന്തുകൊണ്ട് ബോക്സ് ഓഫീസിൽ തകർച്ച നേരിടേണ്ടി വന്നു എന്നുള്ളത് ശരിക്കും വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. എന്താണ് പ്രേക്ഷകർ ഉദ്ദേശിക്കുന്നത്? ഒരു പടം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ പടം വിജയിക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ കയ്യിൽ നിൽക്കുന്ന മാത്രം കാര്യമാണ്, അല്ലേ? എന്തുകൊണ്ടാണ് പാട്രിയറ്റ് എന്ന് പറയുന്ന മൂവി തകർച്ച നേരിടേണ്ടി വന്നിട്ടെന്നുള്ളത് വളരെയധികം വിശകരമായിട്ടുള്ള ഒരു സിനാരിയോ ആണ്. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുള്ള പടമാണ് നമ്മുടെ അതിരടി എന്ന് പറയുന്ന മൂവി. എന്തോ ജെൻസിയോ എന്തൊക്കെ പറഞ്ഞിട്ട് ജെൻസിക്കാരുടെ മൂവി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ആളുകളൊക്കെ രംഗത്തെത്തി. ഞാൻ പടം കണ്ടു, എനിക്ക് വളരെ ബോറായിട്ടാണെന്നുള്ളത് തോന്നിയത്. എനിക്ക് വളരെ ബോറായിട്ടാണ് ആ ഒരു പടം ഫീൽ ചെയ്തിട്ടുള്ളത്. അതിരടി, ടൊവിനോ തോമസ് എന്നൊക്കെ പറയുന്നത് ഇത്ര മോശമായിട്ടുള്ളൊരു ക്യാരക്ടർ, ഇത്ര അധർപ്പതിച്ച് പോയിട്ടുള്ളൊരു ക്യാരക്ടർ വേറൊരു പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് മോശമായിട്ടുള്ള പടം. കോമഡി എന്നൊക്കെ പറയുന്നത് ബേസിൽ ജോസഫിൻ്റെ മഞ്ജു വാര്യരോട് മോഹൻലാൽ പറയുന്ന ആ സീനെ കണ്ടേ, എന്താണ് കാവിലെ ഭഗവതി. ഓ, ഭയങ്കര അരോചകമായിട്ട് തോന്നി. കോമഡിക്ക് ഉപരി ഭയങ്കര അരോചകമായിട്ട് തോന്നിയിട്ടുള്ള കോമഡിയും കാര്യങ്ങളും. ഒന്നിലേക്കും ഒരു കണക്ഷൻ ഇല്ല. വിനീത് ശ്രീനിവാസനൊക്കെ വന്ന് തലവെച്ച് ഒരു യഥാർത്ഥ പേര് കൊണ്ടേ കളഞ്ഞ മാതിരിയൊക്കെ തോന്നി. ഷാൻ റഹ്മാൻ, എല്ലാവരും ഒരു അലമ്പ് സീന്. അതിന് നല്ല ക്ലാപ്പ്, കയ്യടി വാങ്ങിച്ച സിനിമ. പാട്രിയറ്റ് വളരെ മോശം. മഹേഷ് നാരായണൻ എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഒരു പടം എടുത്തു വെച്ചിട്ടുള്ളത്. പടം കണ്ടവർക്ക് മനസ്സിലാവും, സിനിമയെ വിലയിരുത്താൻ പറ്റുന്ന ആളുകൾക്ക് മനസ്സിലാവും എത്ര ഭംഗിയായിട്ടാണ് ആ ഒരു പടം എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള സംഭവം ഒന്നും ഇവിടെ ഇല്ല. അതൊക്കെ മമ്മൂട്ടിയും മോഹൻലാലിനെയും കമ്പയർ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും സിനിമ കാണാനുള്ള ക്വാളിറ്റി ആയിട്ടില്ല എന്നാണ് അതിൻ്റെ. ഒരു മലയാളി എന്നുള്ള വെച്ച് നോക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ പാടില്ല. മോഹൻലാലിൻ്റെ ക്യാരക്ടർ, റഹീം നായിക് എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഒരു പടത്തിൽ വളരെ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ 2020 പോലെ അടിച്ച് എടുത്ത് എറിയുന്ന, ടോം ക്രൂസ് എറിയുന്ന പോലത്തെ ഫൈറ്റിംഗ് സീനുകളോ ഒന്നും തന്നെ മോഹൻലാലിന് ഉണ്ടായിരുന്നില്ല. മോഹൻലാലിന് കൊടുത്ത ക്യാരക്ടർ അദ്ദേഹം ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു വെച്ച് പോയി. ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു വെച്ച് പോയി. ഒരൊറ്റ കാരണമായിരിക്കാം പടം ഫ്ലോപ്പ് ആയിട്ടുള്ളത്. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു മോഹൻലാലിന് ഒട്ടും റോളില്ല, മോഹൻലാലിൻ്റെ അഭിനയം മോശമാണ്, അതാണ് ഇതാണ്. ഒരാൾക്ക്, അതായത് ഒരു സിനിമ ഡയറക്ടർ തീരുമാനിക്കും ഒരു നടന് എന്ത് ക്യാരക്ടർ കൊടുക്കണം, എന്ത് ഇത് കൊടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു പടം മികച്ച പടമായിരുന്നു. എന്തുകൊണ്ട് തകർച്ച നേരിടുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ പാട്രിയറ്റ് ബോക്സ് ഓഫീസിൽ വളരെ തകർച്ച. ദൃശ്യം 3 വളരെ, ആളുകൾ പറയുന്നത് 1ൻ്റെ 2ൻ്റെ മുകളിൽ പോയി എന്നാണ് പറയുന്നത്. ഭ്രാന്തന്മാരെന്നേ പറയാൻ പറ്റുള്ളൂ, ഭ്രാന്തന്മാർ. 1 എന്ന് പറയുന്നത് മലയാളം സിനിമയുടെ ബെഞ്ച് മാർക്ക് മൂവിയാണ്. ദൃശ്യം 1
അതിനെ കവിച്ചു വെക്കാൻ ഒരു ത്രില്ലർ സിനിമ, ടോപ്പ് 5 ത്രില്ലർ സിനിമയിൽ അതുണ്ടാവും. ഇന്ത്യൻ സിനിമയിൽ തന്നെ എടുത്ത് നോക്കി അതുണ്ടാവും. 2 എന്ന് പറയുന്നത് അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിലും അതും ബെഞ്ച് മാർക്ക് തന്നെയാണ്, അടിപൊളിയാണ്. ഈ രണ്ട് പടം കമ്പാരിറ്റീവ്ലി ദൃശ്യം 3 ഈസ് എ വെരി ഫ്ലോപ്പ്. അതാണ് ഇന്ന് 100 കോടി അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് നല്ല സിനിമകളെ സ്വീകരിക്കാനുള്ള കഴിവ് പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനടക്കം, പ്രേക്ഷകർ എന്ന് പറയുന്നത് ഞാനടക്കം, നമ്മൾ നല്ല സിനിമയെ വരവേൽക്കുക, നല്ല സിനിമയെ നമ്മൾ അംഗീകരിക്കുക, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു ഫ്രാഞ്ചൈസിയുടെ പേരിലോ ഒരു നടൻ്റെ പേരിലോ നമ്മളൊരു സിനിമയെ മോശം പറയുക എന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ 3 പടങ്ങൾ മാത്രമല്ല, ഒട്ടനവധി പടങ്ങൾ. എക്കോ എന്ന് പറയുന്ന മൂവി, ഓ മൈ ഗോഡ്, എന്തൊരു പടമാണത്. അതുപോലത്തെ പടമൊന്നും മലയാള സിനിമ, ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ല. എക്കോ എന്ന് പറയുന്ന പോലത്തെ പടം, അത്രയ്ക്കും മിസ്റ്ററി ത്രില്ലർ, ദിൽജിത്ത് അയ്യത്താൻ, ഹാറ്റ്സ് ഓഫ്. അതേപോലത്തെ പടം ബോക്സ് ഓഫീസിൽ ഇറ്റല്ല, പടം ബോക്സ് ഓഫീസിൽ ബിലോ ആവറേജ് മൂവിയാണ്. എന്ത് സംഭവിച്ചു? നല്ല സിനിമകൾക്ക് അംഗീകാരം നൽകപ്പെടുന്നില്ല എന്നുള്ളത് മലയാളി എന്ന് മലയാളി മലയാളിയായിട്ടുള്ള എനിക്കും പ്രേക്ഷകർക്കും നമ്മൾക്ക് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. നമ്മളത് ആ ഒരു പ്രവണത മാറ്റി നല്ല സിനിമകളെ 2 കൈ നീട്ടി സ്വീകരിക്കുക എന്ന് ഉള്ളത് നമ്മൾ അംഗീകരിച്ച് പോകേണ്ട കാര്യമാണ്. സിനിമകൾ ബോക്സ് ഓഫീസിൽ ഫിനാൻഷ്യലി വിജയിക്കാം, തകരാം, ഒക്കെ ചെയ്യാം. പക്ഷെ നല്ല സിനിമകളെ വരവേൽക്കുക എന്നുള്ളത് നമ്മൾ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ നല്ല സിനിമകൾ എപ്പോഴും നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രവണത നമ്മൾ പലപ്പോഴും കാണാറില്ല. നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറി നല്ല സിനിമകളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളത് മാറി ചിന്തിക്കേണ്ടതായിരിക്കുന്നു. നമ്മൾ ഈ രജനീകാന്തിൻ്റെയും ചിരഞ്ജീവിൻ്റെയും പടം പോലെ 2 ഫൈറ്റിംഗ് സീനോ അല്ലെങ്കിൽ 2 ഡാൻസിങ് സീനോ ആഗ്രഹിക്കുന്ന ആളുകളല്ല മലയാളി പ്രേക്ഷകർ എപ്പോഴും റൈറ്റിങ്ങും സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ വെച്ച് നോക്കിയിട്ട് പടത്തെ വിലയിരുത്തുന്ന ആളുകളാണ് എപ്പോഴും മലയാളികൾ. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം വളരെയധികം നിലനിൽക്കുന്നു.